Hi, welcome back. A very good morning to all of you. Today, I would like to discuss about the last portion of the fourth module, marginal costing. That is, the terms are margin of safety, angle of incidence, and also what are the managerial uses or applications of marginal costing. ഈ മൂന്ന് കാര്യങ്ങളും കൂടി ആ ചാപ്റ്റർ ബാക്കിയുണ്ട് എടുക്കാൻ. അതായത് എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി, എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ എസ് എ ക്വസ്റ്റ്യന് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ മാനേജീരിയൽ അപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ യൂസസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ മാനേജീരിയൽ യൂസസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്പോൾ ഒന്ന് എസ് എക്കും ഒന്ന് 1 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ, മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് അതർവൈസ് നോൺ ആസ് MS. സോ MS ഇസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽസ് ഓവർ ദ BEP സെയിൽസ്. അതായത് നമ്മുടെ ആക്ച്വൽ സെയിൽസ് എത്രയാണോ, നമ്മളെ BEP സെയിൽസ് എത്രയാണോ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ. ഓർ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് സെയിൽസ് ബിയോണ്ട് ദ BEP സെയിൽസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രേക്ക് ഇവൻ ചാർട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും മിങ്കിൾ ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ബ്രേക്ക് ഇവൻ പോയിൻ്റ്. ആ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. നമ്മൾ എത്രയാണോ എക്സ്പെൻസ് നമ്മൾ അതിൽ ഇൻകർ ചെയ്തിട്ടുള്ളത് അത്രയും റവന്യൂസ് നമ്മൾക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ലാഭമില്ല നഷ്ടമില്ലാത്തൊരു പോയിൻ്റാണ് ബ്രേക്ക് ഇവൻ പോയിൻ്റ്. ആ പോയിൻറ്റിൽ നിന്ന് മുകളിലോട്ടേക്ക് പോകുന്നോറും നമുക്ക് പ്രോഫിറ്റും ആ പോയിൻറ്റിൽ നിന്ന് താഴോട്ടേക്ക് വരുന്നോറും നമുക്ക് ലോസുമാണ്. അപ്പോൾ ആ ബ്രേക്ക് ഇവൻ പോയിൻറ്റിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴുള്ള ഏരിയയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ മുകളിലോട്ടേക്ക് പോകുമ്പോൾ അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. ആ ആംഗിൾ ഫോം ചെയ്യുന്നതാണ് നെക്സ്റ്റ് പറയാനുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റിയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് രണ്ടും റിലേറ്റഡ് ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ BP സെയിൽസ് എത്രയാണോ, നമ്മളിപ്പോൾ BP സെയിൽസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ 2 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. BP സെയിൽസ് ഇൻ യൂണിറ്റ്സ് ഉണ്ട്, അതുപോലെ വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ BP സെയിൽസ് ഇൻ യൂണിറ്റ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റും, ഇനി BP സെയിൽസ് ഇൻ വാല്യൂവിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് ആണ് നമ്മളുടെ BP സെയിൽസിൻ്റെ വാല്യൂ. അങ്ങനെയുള്ള BP സെയിൽസ് ഏതുമായിട്ട് കമ്പയർ ചെയ്യുക, നമ്മൾ പ്രസൻറ്റ് സെയിലായിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണാം. ആ ഡിഫറൻസിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഇക്വേഷൻ വിൽ ബി MS ഈസ് ഈക്വൽ ടു, MS സ്റ്റാൻഡ്സ് ഫോർ മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് മൈനസ് BEP സെയിൽസ്. Actual sales minus BEP sales. The next term is angle of incidence. Angle of incidence is the angle formed at BEP. BEP അതിൽ ഫോം ചെയ്യുന്ന ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ X ആക്സിസിൽ അതിൻ്റെ കോസ്റ്റും Y ആക്സിസിൽ അതിൻ്റെ റവന്യൂ ആയിട്ട് നമ്മൾ ഒരു ഗ്രാഫ് വരക്കുന്നുണ്ടെങ്കിൽ ഈ കോസ്റ്റിന് ഈക്വലായിട്ട് റവന്യൂ മിങ്കിൾ ചെയ്യുന്ന പോയിൻ്റാണ് ഈ BEP പോയിൻ്റ് എന്ന് പറയുന്നത്. അവിടുന്ന് മുകളിലോട്ടേക്ക് പോകുമ്പോൾ അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. ആ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. It is angle between sales line and total cost line at the BEP. അതായത് BEP അവിടെ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും, അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ആംഗിൾ റെപ്രസെൻറ്റ്സ് ഹയർ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ദ ലോവർ BEP. അപ്പോൾ എവിടെയാണോ ആ ആംഗിൾ ഫോം ചെയ്യുന്നത്, അപ്പോൾ ലാർജർ ആംഗിൾ ആണെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഹയർ റേറ്റ് ഓഫ് പ്രോഫിറ്റ് അറ്റ് ദ സെയിം ടൈം ലോവർ BEPയും. ആൻഡ് ലോവർ BEP ഇൻഡിക്കേറ്റ്സ് ദ ഫേം ക്യാൻ കണ്ടിന്യൂ ഈവൻ ഇഫ് ദ സെയിൽസ് ഫോൾ. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നത് കമ്പനീസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഗുഡ് സിഗ്നലാണ്, കാരണം ഹയർ പ്രോഫിറ്റ് ഉണ്ടാവും. അതേസമയം തന്നെ നമ്മൾ BEPൻ്റെ എമൗണ്ട് ലോവർ ആയിരിക്കും. അപ്പോൾ BEPൻ്റെ എമൗണ്ട് ലോവർ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫേം ക്യാൻ കണ്ടിന്യൂ ദ മാർക്കറ്റ് ഈവൻ ഇഫ് ദ സെയിൽസ് ഫോൾ. സെയിൽസ് ബാക്കിലോട്ടാണെങ്കിലും നമുക്ക് മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഹൈ ആയാലുള്ള ഇൻ്റർപ്രിട്ടേഷൻ. പിന്നെ സ്മോൾ ആയാലുള്ള ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് റേറ്റ് കുറയും, അറ്റ് ദ സെയിം ടൈം BEPൻ്റെ പൊസിഷൻ കൂടുകയും ചെയ്യും. അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വാട്ട് ആർ ദ മാനേജീരിയൽ ആപ്ലിക്കേഷൻസ് ഓർ മാനേജീരിയൽ യൂസസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ essay question. So next, what are the managerial applications of marginal costing? That marginal costing can be applied in very
many situations in order to take a proper decision. One among them is fixation of selling prices. If you want to fix a selling price of the product, we can apply directly the techniques of marginal costing. So marginal costing helps in the fixation of selling prices under various circumstances. So in order to prove this manager application, I would like to quote an example here. That is, question is sales is equal to 10,000 units at the rate of rupees 30 each. Total sales value 3 lakh. That is 10,000 into 30 gives 3 lakh. Then material consumed 1 lakh, labor 60,000, variable overhead 40,000, fixed overhead 40,000. Then by adding all this variable cost, we will get the total of 2 lakh 40, and this total of 2 lakh 40 is deducted from the 3 lakh. The total cost of 2 lakh 40. This total cost include both variable cost and fixed cost. That comes around rupees 2 lakh 40, and this 2 lakh 40 is deducted from 3 lakh. Then we will get 60,000, and this 60,000 will be the net profit. So the net profit of this question is 60,000. So find BEP in units. Then second one, the extra unit which should be sold to obtain the present profit if it is proposed to reduce the selling price by 20%. That is third one, the selling price to be fixed to bring down its BEP to 2000 units under present conditions. അപ്പോൾ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് എങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുള്ള ആ ഫസ്റ്റ് മാനേജർ ആപ്ലിക്കേഷനിൽ പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ സെയിൽസ് വാല്യൂ 3 ലാക്കും ടോട്ടൽ കോസ്റ്റ് 2 lakh 40യും ഇവിടുത്തെ നെറ്റ് പ്രോഫിറ്റ് 60,000 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് BEP ഇൻ യൂണിറ്റ്സ് ആണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ BEP ഇൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല ഓർമ്മിക്കണം, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ contribution per unit. അപ്പോൾ fixed cost is directly given here, it is 40,000. then what will be its variable contribution per unit? അപ്പോൾ contribution കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? സെയിൽസ് നിന്ന് വേരിയബിൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് നിന്ന് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് മൈനസ് ചെയ്തതിനാൽ എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. സോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സെയിൽസും വേരിയബിൾ കോസ്റ്റും വേണം. സോ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് റുപ്പീസ് 30 ആണ്. അതായത് 10,000 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് 30 ഈച്ച് ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 30 ആണ്. ദെൻ വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടില്ല, പക്ഷേ നമുക്ക് ഇവിടെയുള്ള ഇൻസ് ഉപയോഗിച്ചിട്ട് വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ മെറ്റീരിയൽ ഒരു വേരിയബിൾ കോസ്റ്റ് ആണ് 1 lakh, അതുപോലെ ലേബർ ഒരു വേരിയബിൾ കോസ്റ്റ് ആണ് 60,000. അപ്പോൾ 1,60,000 ആയി. ദെൻ പ്ലസ് അതർ വേരിയബിൾ ഓവർ ഹെഡ്സ് 40,000. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh പ്ലസ് 60,000 പ്ലസ് 40,000 ഗീവ്സ് 2 lakh കിട്ടി. അപ്പോൾ ഈ 2 lakhനെ ഏതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? എത്ര എണ്ണം ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതും എല്ലാം 10,000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 2 lakh ഡിവൈഡ് ബൈ 10,000 ഗീവ്സ് 20 rupees. അപ്പോൾ ഈ 20 ആണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് is directly given in the question 30. So by deducting the selling price per unit from the variable cost per unit, then we will get contribution per unit. So contribution per unit is equal to selling price per unit minus variable cost per unit, that is equal to 30 minus 20 gives 10. അപ്പോൾ 10 rupees ആണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ കോൺട്രിബ്യൂഷൻ 10 rupees ആണ്. അപ്പോൾ ഈ 10 rupeesന് എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റുമായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും BEP ഇൻ യൂണിറ്റ്സ് കിട്ടും. സോ ഫിക്സഡ് കോസ്റ്റ് ഇസ് 40,000. സോ 40,000 ഡിവൈഡ് ബൈ 10 ഗീവ്സ് 4,000 യൂണിറ്റ്സ്. അപ്പോൾ BEP ഇൻ യൂണിറ്റ്സ്, അതായത് ഫേം 4000 യൂണിറ്റിൽ എത്തുമ്പോഴാണ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ് ഏരിയയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഓപ്ഷൻ്റെ ആൻസർ 4,000 യൂണിറ്റ്സ്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ, the extra unit which should be sold to obtain the present profit if it is proposed to reduce the selling price by 20%. അപ്പോൾ ഇപ്പോൾ ഉള്ള സെയിം ലെവൽ ഓഫ് പ്രോഫിറ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം? അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെ സെല്ലിംഗ് പ്രൈസ്, ഇപ്പോഴുള്ള സെല്ലിംഗ് പ്രൈസ് 30 രൂപയാണ്, അത് 20% വെച്ച് കുറക്കണം. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇപ്പോൾ ഉള്ള 30 രൂപയിൽ നിന്നും 20% വെച്ച് കുറച്ചിട്ട്
കുറച്ചിട്ട് പ്രസൻറ്റ് ലെവൽ ഓഫ് പ്രോഫിറ്റായി 60,000 നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ കാൽക്കുലേഷനിലേക്ക് വരാം. സോ ദ എക്സ്ട്രാ യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഒബ്റ്റെയിൻ ദ പ്രസൻറ്റ് പ്രോഫിറ്റ് ഇഫ് എസ് പി ഈസ് റെഡ്യൂസ്ഡ് ബൈ 20%. അപ്പോൾ പ്രസൻറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 30 ആണ്. അതിൻ്റെ 20% നമ്മൾ കുറക്കണം. അപ്പോൾ 30ൻ്റെ 20% എന്ന് പറയുന്നത് 6 റുപ്പീസാണ്. അപ്പോൾ 30ന് 6 റുപ്പീസ് കുറച്ച് കഴിഞ്ഞാൽ 24 റുപ്പീസാണ്. അപ്പം പ്രസൻറ്റ് എസ് പി എന്ന് പറയുന്നത് 24 റുപ്പീസാണ്. പ്രസൻറ്റ് എസ് ബി 30%, അതിൽ നിന്നും 6% നമ്മൾ കുറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 24 റുപ്പീസാണ് പ്രസൻറ്റ് അല്ലെങ്കിൽ ന്യൂ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിൽ നിന്നും ലെസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കുറക്കുക. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 2 lakh ഡിവൈഡഡ് ബൈ 10,000 ദാറ്റ് ഈസ് 20. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് മൈനസ് ചെയ്തതിനാൽ ബാക്കി വരുന്ന ഫിഗറാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ന്യൂ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 4 ആണ്. അപ്പോൾ ഈ പ്രസൻറ്റ് ലെവൽ ഓഫ് പ്രോഫിറ്റ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ സെല്ലിംഗ് പ്രൈസ് കുറക്കണം എന്നുണ്ടെങ്കിൽ 20% വെച്ച് കുറച്ചിട്ട് നമ്മൾ ഈ പ്രസൻറ്റ് ലെവൽ ഓഫ് പ്രോഫിറ്റ് എൻജോയ് ചെയ്യണമെങ്കിൽ എത്ര എക്സ്ട്രാ യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഒബ്റ്റെയിൻ ദ പ്രസൻറ്റ് പ്രോഫിറ്റ് ഓഫ് ₹60,000 ഈസ് ഈക്വൽ ടു, നമ്മൾ ഇത് ഏതിൻ്റെ രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്, നമ്മൾ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ഇൻ ഓർഡർ ടു ഏൺ ദ ഡിസൈർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫോർമുല ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിം 60,000 തന്നെയാണ്. സോ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് 60,000 ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, ദാറ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ് ഇസ് ഡയറക്ട്ലി ഗിവൺ 40,000. 40,000 പ്ലസ് 60,000 ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 4, ദാറ്റ് ഈസ് 1 lakh ഡിവൈഡ് ബൈ 4 ഗീവ്സ് 25 യൂണിറ്റ്സ്. അപ്പോൾ 25 യൂണിറ്റ്സ് ആണ് നമ്മൾ യൂണിറ്റ്സ് ടു ബി സോൾഡ്. വിൽക്കേണ്ടത് 25,000 യൂണിറ്റ് വിറ്റാലാണ് നമ്മൾക്ക് പ്രസൻറ്റ് ലെവൽ ഓഫ് പ്രോഫിറ്റായി 60,000 എൻജോയ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ സെല്ലിംഗ് പ്രൈസ് 20%, സെല്ലിംഗ് പ്രൈസ് 20% കുറച്ചിട്ട് പ്രസൻറ്റ് ലെവൽ ഓഫ് സെല്ലിംഗ് പ്രൈസിൽ നിന്നും 20% കുറച്ചിട്ട്, കൂടാതെ ഇപ്പോഴുള്ള നെറ്റ് പ്രോഫിറ്റ് അതേപോലെ കണ്ടിന്യൂ ചെയ്ത് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 25,000 യൂണിറ്റ് സെയിൽ ചെയ്യണം. അപ്പം നമ്മളോട് എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണം എന്നല്ല ചോദിച്ചത്, എക്സ്ട്രാ യൂണിറ്റ് ടു ബി സോൾഡ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ 25,000 യൂണിറ്റ് സെയിൽ ചെയ്യണം. പക്ഷേ ഓൾറെഡി നമുക്ക് എത്ര യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്യാൻ ഇതാക്കിയിട്ടുണ്ട്, 10,000 യൂണിറ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ വേണ്ടി വരുന്നത് ഈ 25,000 യൂണിറ്റ്സിൽ നിന്നും ഈ 10,000 യൂണിറ്റ്സ് മൈനസ് ചെയ്തതിനാൽ ബാക്കി 15,000 യൂണിറ്റ്സ്. അപ്പോൾ ഈ പ്രസൻറ്റ് ലെവൽ ഓഫ് പ്രോഫിറ്റായി 60,000 നമ്മൾക്ക് ഇനി ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഇപ്പോഴുള്ള സെല്ലിംഗ് പ്രൈസിൽ നിന്ന് 20% കുറക്കുകയും വേണം. അപ്പോൾ ഈ രണ്ടും കൂടിയും നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ 15,000 യൂണിറ്റ്സ് സെയിൽ ചെയ്തതിനാൽ നമുക്ക് ഈ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ ചോദിച്ചത് ദ സെല്ലിംഗ് പ്രൈസ് ടു ബി ഫിക്സ്ഡ് ടു ബ്രിങ് ഡൗൺ ഇറ്റ്സ് BEP ടു 2,000 യൂണിറ്റ്സ്. അപ്പോൾ പ്രസൻറ്റ് BEP യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 4,000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഈ 4,000 യൂണിറ്റ്സിൽ നിന്ന് നേരെ ഹാഫിലേക്ക് കുറക്കണം, അതായത് 2,000 ആക്കണം. അപ്പോൾ പ്രസൻറ്റ് BEP യൂണിറ്റിൽ നിന്നും നമുക്ക് 2,000 എത്തണമെങ്കിൽ നമ്മളെ സെല്ലിംഗ് പ്രൈസ് എത്ര കണ്ട് ഫിക്സ് ചെയ്യണം എന്നതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. അപ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ selling price if BEP brought down to 2,000 units. So present level of BEP is 4,000 units. Then if you want to cut down this BEP to 2,000 units, then what will be its new selling price? So at BEP selling price is equal to BEP level എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും തമ്മിൽ ഈക്വൽ ആവുന്ന ഒരു പൊസിഷനാണ്. അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പം ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എങ്ങനെയാണെന്ന് അറിയാം. വേരിയബിൾ കോസ്റ്റിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് ഇസ് വാരി അക്കോർഡിംഗ് ടു ദ ചേഞ്ച്
changes in the level of production, but fixed costs are remain fixed irrespective of the changes in the level of production. For example, നമ്മളിപ്പോൾ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഫിക്സഡ് കോസ്റ്റ് 500 രൂപയാണെങ്കിൽ 5000 അല്ല 6000 അല്ല 7000 8000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിനാലും ആ 500 എന്നൊരു മാറ്റം വരാൻ പോകുന്നില്ല. വേറെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 500 രൂപയാണെങ്കിൽ 6000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം 500നേക്കാളും കൂടുതൽ വരും. അപ്പോൾ പ്രൊഡക്ഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റ് വേരിയബിൾ കോസ്റ്റും പ്രൊഡക്ഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യാത്ത കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റുമാണ്. പക്ഷേ അതറിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ അറിയേണ്ട വേറൊരു പോയിൻ്റാണ്, ബട്ട് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കും വാരി ചെയ്തുകൊണ്ടേയിരിക്കും. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വാരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം 5000 അല്ല 10000 അല്ല പിന്നെ 20000 പ്രൊഡ്യൂസ് ചെയ്താലും ഫിക്സഡ് കോസ്റ്റ് 1 lakh ആണ്. ഇനിയിപ്പോൾ അതല്ല നമുക്ക് ഈ 1 lakh ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ട്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 10,000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ഡിവൈഡ് ബൈ 10,000 ഈസ് ഈക്വൽ ടു പിന്നെ ഒരു എമൗണ്ട് കിട്ടും. അത് എന്ന് വെച്ചാൽ പെർ യൂണിറ്റ് എന്ത് ചെയ്യും, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വാരി ചെയ്യും. വേറെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും ഫിക്സഡ് തന്നെയായിരിക്കും. അത് നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിൻ്റാണ്. ഫിക്സഡ് കോസ്റ്റിൻ്റെ മീനിങ്ങിൽ നമ്മൾ ഫിക്സഡ് എന്ന് പറഞ്ഞാലും ബട്ട് പെർ യൂണിറ്റ് ഇറ്റ് വാരി, ബട്ട് വേരിയബിൾ കോസ്റ്റിൻ്റെ മീനിങ് വാരി ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നിരുന്നാലും പക്ഷെ പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് ₹20 ആണ്. കാരണം നമ്മൾ പ്രസൻറ്റ് ലെവൽ ഓഫ് BEP എന്ന് പറയുന്നത് 4000 ആണ്. അതായത് നമ്മൾ ഇക്വേഷൻ പ്രകാരം BP ഇൻ യൂണിറ്റ്സ് 4000 യൂണിറ്റ്സ് ആണ് കിട്ടിയത്. പക്ഷേ മാനേജ്മെൻറ്റ് ഡിസിഷൻ പ്രകാരം BPൻ്റെ ലെവൽ 2000 ആക്കി കട്ട് ഷോർട്ട് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ദാറ്റ് ഈസ് ₹20 ആയിരിക്കും. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്തായിരിക്കും, വാരി ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് 40,000 ആണ് ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ പിന്നെ 20,000 യൂണിറ്റ്സ് 2000 യൂണിറ്റ്സ് ആണ് നമ്മളെ BP പ്രസൻറ്റ് BP. സോ 40,000 ഡിവൈഡ് ബൈ 20,000 ഈസ് ഈക്വൽ ടു 20. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 20 ആണ്, അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഈ 20 + 20 gives 40. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്മൾ പ്രസൻറ്റ് ലെവൽ ഓഫ് BP ആയ 40,000 യൂണിറ്റ്സിൽ നിന്നും 20,000 യൂണിറ്റ്സിലേക്ക് കട്ട് ഷോർട്ട് ചെയ്താൽ നമ്മളെ പ്രസൻറ്റ് സെല്ലിംഗ് പ്രൈസിലുണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ നേരത്തെ സെല്ലിംഗ് പ്രൈസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 30 രൂപയാണ് സെല്ലിംഗ് പ്രൈസിൽ. ഇപ്പോൾ അത് ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്തായി മാറുന്നുണ്ട്, കൂടുന്നുണ്ട്, 40 രൂപയായി മാറുന്നുണ്ട്. അപ്പോൾ BPൻ്റെ ലെവൽ കുറയുമ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ എമൗണ്ട് കൂടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ. ദെൻ നെക്സ്റ്റ് മാനേജറിയൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ. അതായത് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അല്ലേ. ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം, ഓർഗനൈസേഷൻ. ഈ പറയുന്ന ഏതെങ്കിലും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് സ്കാർസിറ്റി കാരണം നമ്മളുടെ പ്രൊഡക്ഷൻ കുറക്കേണ്ടി വന്ന്, അല്ലെങ്കിൽ നമ്മൾ സെയിൽസ് കുറക്കേണ്ടി വന്ന്, അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കീ ഫാക്ടറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയുന്നതാണ് പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ. ദാറ്റ് ഈസ് സംടൈംസ് ഡ്യൂ ടു ദ സ്കാർസിറ്റി ഓഫ് സം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് റോ മെറ്റീരിയൽ, ലേബർ, പവർ, ഫിനാൻസ് എക്സെട്ര put a limit on production, sales and profit of a firm. These factors are known as key factors. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതെങ്കിലും ഒരു സ്കാർസിറ്റി കാരണം നമ്മൾ ഓവറോൾ പ്രൊഡക്ഷനിലോ സെയിൽസിലോ പ്രോഫിറ്റിലോ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫാക്ടേഴ്സിനെയാണ് നമ്മൾ കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ വെൻ ദർ ഈസ് എനി സച്ച് കീ ഫാക്ടർ, കെയർ ഷുഡ് ബി ടേക്കൺ ബിഫോർ അറൈവിങ് അറ്റ് എ ഡിസിഷൻ. അതായത് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കീ ഫാക്ടർ നമുക്ക് ബ്ലോക്കായി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദിസ് കേസ് ദി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ഈച്ച് കീ ഫാക്ടർ ഈസ് കമ്പ്യൂട്ടഡ് ആൻഡ് മെഷർ ദ പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ഏത് കീ ഫാക്ടർ കൊണ്ടാണോ നമ്മൾക്ക് നമ്മളെ പ്രൊഡക്ഷനിലോ സെയിൽസിലോ പ്രോഫിറ്റിലോ ലിമിറ്റ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിക്രീസ് സംഭവിച്ചിട്ടുള്ളത്, ആ കീ ഫാക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ അത് നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ കുറവാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി കുറയുകയും, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ കൂടുന്നുണ്ടെങ്കിൽ നമ്മളെ പ്രോഫിറ്റബിലിറ്റി കൂടുകയും ചെയ്തതാണ് ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലെ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്. സോ ദി പ്രോഡക്റ്റ് വിച്ച് ഈൽഡ്സ് ദ ഹയസ്റ്റ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ വിൽ ബി ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കീ ഫാക്ടർ ഒന്നല്ല രണ്ടല്ല രണ്ടിൽ കൂടുതൽ കീ ഫാക്ടർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഈ രണ്ടിൽ കൂടുതൽ കീ ഫാക്ടേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമ്പയർ ചെയ്തു.
എന്നിട്ട് ഈ 3 കീ ഫാക്ടറിലും വെച്ചിട്ട് ഏത് കീ ഫാക്ടറിനാണോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കൂടുതലുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ. ഞാൻ അതുമായി പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല, അത് കുറച്ച് സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് മേക്ക് ഓർ ബൈ ഡിസിഷൻ. അപ്പോൾ നിങ്ങൾ സിലബസിലാകെ 3 ഡിസിഷൻ മാനേജർ ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസസ്, പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ ആൻഡ് ഓൾസോ മേക്ക് ഓർ ബൈ ഡിസിഷൻ. അപ്പോൾ സിലബസിലെ ലാസ്റ്റ് ഭാഗമാണ് നമ്മളിപ്പോൾ ഉള്ളത്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന 4th മൊഡ്യൂളുണ്ട്. അപ്പോൾ മേക്ക് ഓർ ബൈ ഡിസിഷൻ, അതായത് നമ്മൾ സാധനങ്ങൾ അല്ലെങ്കിൽ കോമ്പണൻറ്റ് ഉണ്ടാക്കണോ അല്ല പുറത്തുനിന്ന് വാങ്ങിക്കണോ എന്നുള്ള തീരുമാനം എങ്ങനെയാണ് മാർജിനൽ കോസ്റ്റിങ്ങുമായിട്ട് എടുക്കുക. സോ ലിസൺ, ദി മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസൈഡ് വെദർ ടു മേക്ക് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ ബൈ ഇറ്റ് ഫ്രം ഔട്ട്സൈഡ്. സച്ച് എ ഡിസിഷൻ ക്യാൻ ബി അറൈവ്ഡ് അറ്റ് ഓൺലി ബൈ കമ്പയറിംഗ് ദ മാർജിനൽ കോസ്റ്റ് ഓർ വേരിയബിൾ കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ ദ പ്രോഡക്റ്റ് ആൻഡ് വിത്ത് ദ ഔട്ട്സൈഡ് പ്രൈസ്. അപ്പോൾ നമ്മൾ മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കോമ്പണൻറ്റ്, ഒരു പ്രത്യേക പെർട്ടിക്കുലർ കോമ്പണൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ കോസ്റ്റ് ഏതുമായിട്ട് കമ്പയർ ചെയ്യാം, ആ സെയിം കോമ്പണൻറ്റ് മാർക്കറ്റിൽ എത്ര പൈസക്ക് കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസ് ആ കോമ്പണൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ വേരിയബിൾ കോസ്റ്റിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ഇറ്റ് ഈസ് ബെറ്റർ ടു purchase the product from the outside market rather than to make the product. And if the purchase price മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പർച്ചേസ് പ്രൈസ് കൂടുതലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പണൻറ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് കുറവാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു മേക്ക് ദ പ്രോഡക്റ്റ് rather than purchase the product from the outside market. അങ്ങനെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്. സോ ഇഫ് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഇസ് മോർ ദാൻ ദ ഔട്ട്സൈഡ് പ്രൈസ്, മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഫ് ദ വേരിയബിൾ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഇസ് മോർ ദാൻ ദ ഔട്ട്സൈഡ് പർച്ചേസ് പ്രൈസ് ദെൻ ഇറ്റ് ഈസ് ബെറ്റർ ടു പർച്ചേസ് ദ പ്രോഡക്റ്റ് ഫ്രം ദ ഔട്ട്സൈഡ് മാർക്കറ്റ് ആൻഡ് വൈസ് വേഴ്സ. അതായത് മാർജിനൽ കോസ്റ്റ്, നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ മാർജിനൽ കോസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ഇറ്റ് ഈസ് ബെറ്റർ ടു പർച്ചേസ് ഇറ്റ് ഫ്രം ദ ഔട്ട്സൈഡ് മാർക്കറ്റ്, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത്. പിന്നെ അതല്ല, നമ്മൾ ഉണ്ടാക്കുന്ന കോസ്റ്റ് പർച്ചേസ് പ്രൈസിനേക്കാളും കുറവാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു മേക്ക് ദ പ്രോഡക്റ്റ് വിത്തിൻ ദ ഷോപ്പ് ഇറ്റ് സെൽഫ്. അതാണ് അതിൻ്റെ ഡിസിഷൻ. ദെൻ ആ ഡിസിഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഇവിടെ എടുത്തിട്ടുണ്ട്. ദി കോസ്റ്റ് ഓഫ് മേക്കിംഗ് എ കോമ്പണൻറ്റ് നമ്പർ 51 ഇൻ ഇറ്റ്സ് ഓൺ വർക്ക്ഷോപ്പ് ഈസ് ₹8. അതായത് കോമ്പണൻറ്റ് നമ്പർ 51 എന്ന് പറയുന്ന കോമ്പണൻറ്റ് ഷോപ്പിൽ മാനുഫാക്ചർ ചെയ്യാൻ ആവശ്യമായ കോസ്റ്റ് എന്ന് പറയുന്നത് 8 രൂപയാണ്. ആൻഡ് ദ സെയിം പ്രോഡക്റ്റ് ഈസ് അവൈലബിൾ ഫ്രം ദ മാർക്കറ്റ് അറ്റ് ₹6.50. സെയിം പ്രോഡക്റ്റ് മാർക്കറ്റിൽ 6.50 രൂപക്ക് കിട്ടുന്നുണ്ട്. സോ നിങ്ങളോട് ചോദിക്കുന്നത് ഗിവ് യുവർ സജഷൻ വെദർ ടു മേക്ക് ഓർ ബൈ ദിസ് കോമ്പണൻറ്റ്. അതായത് നിങ്ങളോട് ചോദിക്കുന്നത് വിത്ത് റിഗാർഡ് ടു യുവർ പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ പ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻ പ്രകാരം ഇറ്റ് ഈസ് ബെറ്റർ ടു പർച്ചേസ് ദ പ്രോഡക്റ്റ് ഓർ ടു ബൈ ദ പർച്ചേസ് ദ പ്രോഡക്റ്റ് ഓർ ടു മേക്ക് ദ പ്രോഡക്റ്റ് ഫ്രം ദ ഷോപ്പ്. അതാണ് ചോദിക്കുന്നത്. നിങ്ങളെ സജഷനാണ് ചോദിക്കുന്നത്. മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കാനുള്ള സജഷനാണ് ചോദിക്കുന്നത്. സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ഗോ ഫോർ ദ കാൽക്കുലേഷൻ. ദാറ്റ് ഈസ് ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് അല്ലെങ്കിൽ ദ വേരിയബിൾ കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ അല്ലെങ്കിൽ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ, അത് കോമ്പണൻറ്റ് നമ്പർ 51 എന്ന് പറയുന്ന കോമ്പണൻറ്റ് പിന്നെ കോമ്പണൻറ്റ് കോസ്റ്റ് ഡാറ്റയാണ് തന്നിട്ടുള്ളത്. ആ കോമ്പണൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ മെറ്റീരിയൽ ₹3 വേണം, ഡയറക്റ്റ് ലേബർ ₹2 വേണം, അതർ വേരിയബിൾ എക്സ്പെൻസസ് ₹1 വേണം, ദെൻ ഡിപ്രീസിയേഷൻ ആൻഡ് അതർ ഫിക്സഡ് എക്സ്പെൻസസ് ₹2 വേണം. അപ്പോൾ ഇതെല്ലാം കൂടി കൂടിയിട്ട് ദാറ്റ് ഈസ് 3 + 2 + 1 + 2 ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് ആ പ്രോഡക്റ്റിൻ്റെ മേക്കിംഗ് കോസ്റ്റ് ₹8 എന്ന് പറയുന്നത്. വേറെ ഈ പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ എത്ര പൈസ കിട്ടും? 6.50 രൂപക്ക് കിട്ടും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ പ്രകാരം ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ കോമ്പണൻറ്റ് നമ്മൾ ഉണ്ടാക്കണോ അല്ല പുറത്തുനിന്ന് വാങ്ങിക്കണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ആ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് അല്ല, നമ്മൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ആ പ്രോഡക്റ്റിൻ്റെ വേരിയബിൾ കോസ്റ്റും പ്ലസ് ആ പ്രോഡക്റ്റിൻ്റെ പുറമേയുള്ള മാർക്കറ്റ് പ്രൈസായ പർച്ചേസ് പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് മാർക്കറ്റ് പ്രൈസ് കൂടുതലാണെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് നമ്മളെ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇനി അതല്ല മാർക്കറ്റ് പ്രൈസ് കുറവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പൈസയാണ് കൂടുതലെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് ഉത്തമം. അതാണ് അതിൻ്റെ തീരുമാനം. അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് നോക്കാം. അപ്പോൾ ഈ പ്രോഡക്റ്റ് കോമ്പണൻറ്റ് നമ്പർ 51 എന്ന് പറയുന്ന കോമ്പണൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ
ആവശ്യമായ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ദാറ്റ് ഇസ് മെറ്റീരിയൽ 3 രൂപ, ലേബർ 2 രൂപ, അതർ വേരിയബിൾ എക്സ്പെൻസ് 1 രൂപ, ദാറ്റ് ഇസ് ടോട്ടൽ ടുഗെദർ 6 റുപ്പീസ്. അപ്പോൾ ആ ഒരു കോമ്പണൻറ്റ് നമ്പർ 51 എന്ന് പറയുന്ന കോമ്പണൻറ്റ് മേക്ക് ചെയ്യാൻ ആവശ്യമായ കോസ്റ്റ് 6 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ വേരിയബിൾ കോസ്റ്റ് ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? മാർക്കറ്റ് പ്രൈസായിട്ട് കമ്പയർ ചെയ്യണം. മാർക്കറ്റ് പ്രൈസ് 6.50 രൂപയാണ്. അപ്പോൾ 50 പൈസ അധികമാണ് ഇതിൽ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ 50 പൈസ കൂടുതലാണ്. നേരെ മറിച്ച് നമ്മൾ ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ 6 രൂപയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ തീരുമാനം എന്തായിരിക്കും? ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു മേക്ക് ദ കോമ്പണൻറ്റ് ഇറ്റ് സെൽഫ് ബിക്കോസ് ഇറ്റ്സ് വേരിയബിൾ ഓർ മാർജിനൽ കോസ്റ്റ് ഓഫ് മേക്കിംഗ് ദ കോമ്പണൻറ്റ് ഈസ് ഓൺലി ₹6, which is lower than that of the market price, that is 6.50. മാർക്കറ്റ് പ്രൈസായ 6.50-നേക്കാളും കുറവാണ്. അത് ഉണ്ടാക്കാൻ ആവശ്യമായ മേക്കിംഗ് ചാർജ് ₹6. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു മേക്ക് ദ പ്രോഡക്റ്റ് ദാൻ ടു പർച്ചേസ് ഇറ്റ് ഫ്രം ദ ഔട്ട്സൈഡ് മാർക്കറ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം വന്നത്? Because every component of manufactured product will give the contribution. So in that way we may able to take the decision whether to make the product or purchase it from the outside market. So these are the different managerial applications of marginal costing. It is very important for the examination point of view. It is usually asked in the university exam as an essay type question. So please taken care of. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ലിങ്ക് മറ്റുള്ള കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്യാം. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ 4th മൊഡ്യൂൾ മാർജിനൽ കോസ്റ്റിംഗ്. സോ നെക്സ്റ്റ് ക്ലാസ് വി വിൽ have a discussion about the next module. So till then, bye bye. Thank you.